പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഏതാണ്? അത് പിതാവിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ നമ്മൾക്ക് എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്. എന്നിട്ട് ഇനി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ എന്താണ് നമുക്ക് ഗുണം? അടുത്ത 12-ാം വാക്യം പറഞ്ഞു, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. എന്നിട്ട് 13-ാം വാക്യം പറഞ്ഞു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിലും മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. ഇനി അത് മാത്രമല്ല, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് സഭയുടെ 4 ചുമരിന്റെ ഉള്ളിലിരുന്ന് ആരാധിച്ച് ശക്തി തീർക്കുവാനല്ല. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് യേശുവിന്റെ സാക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? വഹിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? സത്യത്തിന്റെ ആത്മാവെന്ന് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് പറയാ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് അതിന്റെ 26-ാം വാക്യം യോഹന്നാൻ 14:26 പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുകയാണ്. അതേപോലെ നമുക്കറിയാം യോഹന്നാന്റെ വിശേഷം തന്നെ 16-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ സകല സത്യത്തിലും വഴി നടത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിശ്ചയമായിട്ടും പ്രാപിക്കണം. എങ്കിൽ മാത്രമേ